അപ്പൊ മൂന്നാമത്തെ ആ സൂക്ഷ്മ അശുദ്ധിയുടെ പേരാണ് മായിക മലം. അപ്പോ കർമ്മമലം കഴിഞ്ഞിട്ട് മായിക മലം എന്താണ്? ഈ മലം സ്വന്തം അവബോധത്തിലെ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കണം. കാരണം ഇത് അജ്ഞാനത്തിന്റെ അശുദ്ധിയാണ്. ഇത് എന്റെ വീടാണ്, ഇയാൾ എന്റെ ശത്രുവാണ്, ഇത് എന്റെ കുടുംബാംഗമാണ്, ഞാൻ നോക്കിയിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഇങ്ങനെയുള്ള എന്താ പറയാ ഭേദങ്ങള്, ഭേദബുദ്ധി അവബോധത്തില് മായിക മലം ഉണ്ടാക്കണം. അതാണ് അഴുക്ക് പരട്ടുന്നത്. കാരണം ആദ്യം നമുക്ക് എന്താ, ഞാൻ സന്തോഷവാനാണ്, ഞാൻ എന്റെ എന്നുള്ള തോന്നലുകള്. രണ്ടാമത് മായിക മലം എന്താ, ഇവിടെ എന്തെങ്കിലും നമുക്ക് സ്വന്തമാണോ? സ്വന്തമല്ലാത്തതിനെല്ലാം സ്വന്തമാക്കി കാണിക്കുന്നതാണ് മായിക മലം. അപ്പൊ എന്റെ ശത്രു, എന്റെ മിത്രം, എന്റെ വീട് എന്നുള്ള ആ ദ്വൈത ഭാവം നമുക്ക് ഉണ്ടാക്കുന്നത് മായിക മലമാണ്. അങ്ങനെ ഞാനും മറ്റുള്ളവരും വ്യത്യസ്തരെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കണം. ഇപ്പൊ എല്ലാറ്റിലും ഒന്നായിരിക്കുന്ന ശിവനെ എന്താണ് പലതായിട്ട് നമ്മൾ കാണുന്നു. മൂന്നാമത്തെ സൂക്ഷ്മമായിരിക്കുന്ന അശുദ്ധിയാണ് ആണവമലം. ആണവമലം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടി ഉണ്ടായി നമ്മൾ കണ്ടു, ബിന്ദുവിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് ആണവമലം. ശിവബോധത്തിന്റെ ആ ഒരു തൊട്ടടുത്ത് എത്തിയാല് അതിൽ ലയിക്കാൻ പറ്റാതെ അതിസൂക്ഷ്മമായിരിക്കുന്ന അശുദ്ധിയാണ് ആണവമലം. നമ്മൾ തൊട്ടടുത്ത് വരെ എത്തും, പക്ഷെ ആ ശിവബോധത്തിൽ ലയിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ശിവനെന്ന് അറിഞ്ഞാലും വളരെ പെട്ടെന്ന് അത് മറന്നുപോകും. ആ മലം നമ്മളില് അപൂർണനാണെന്നുള്ള ചിന്താഗതി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആ ശിവബോധത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇതാണ് ആ ഒരു ആണവമലം. അപ്പൊ ഈ മൂന്ന് മലങ്ങളും അതിൽ ഏറ്റവും എന്താ പറയാ, അതിൽ ഒരെണ്ണം ഈ കാർമിക മലം മാത്രമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. മറ്റു രണ്ടും നമ്മുടെ കാഴ്ചപ്പാടുകളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെ? ഒരു ജീവാത്മാവിന്റെ ജനനം, ശൈശവം, ബാല്യം, കൗമാരം, വാർദ്ധക്യം, മരണം, ഇതെല്ലാം ഒരു ജീവാത്മാവിന് ശരീരവും മനസ്സുമാകുന്ന കുപ്പായങ്ങൾ ഇടുമ്പോൾ വരുന്നതാണ്. അപ്പൊ കാലത്തിന്റെ ആ ഒരു അദൃശ്യമായിരിക്കുന്ന ചെപ്പില്, അതായത് ഒരു ക്വാണ്ടം നിലയിൽ പറയുകയാണെങ്കിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. കാലം എന്ന് പറയുന്നതില് നമ്മുടെ ഇതെല്ലാം, ഒരു ജീവന്റെ ജനനം എപ്പോ വരണം, എപ്പോ പോണം, ശൈശവം എപ്പോഴായിരിക്കണം, ബാല്യം എത്ര കാലം, എപ്പോഴും മരിക്കണം, ഇതെല്ലാം ആ ഒരു ചെപ്പിനകത്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്ന് പറയണു. സർവചരാചരങ്ങളുടെയും സമ്പൂർണമായിരിക്കുന്ന വിവരം ആരാണ് കൈവച്ചിരിക്കുന്നത്? ഈ മായയുടെ കൈവശമുണ്ട്. മായാശക്തിയുടെ താഴേക്ക് നമ്മളെ ഓരോരുത്തരെയും, ശിവനെ താഴേക്ക് കൊണ്ടുവരുന്ന ശക്തിയാണ് മായ. ശക്തിക്ക് മുകളിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, പക്ഷെ മായ അത് ചെയ്യില്ല. ശക്തിക്ക് മാത്രമേ പറ്റുള്ളൂ, ശിവന്റെ ശക്തി. ആ ശക്തിക്ക് നമ്മളെ മുകളിലോട്ട്, മായ നമ്മളെ അതിന് സഹായിക്കില്ല. കാരണം മായയ്ക്ക് സന്തോഷം എന്താ, ആ ശിവൻ ജീവനായിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ ഉഴലുന്നത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുന്നു മായ, അല്ലെ? നമുക്ക് മുകളിലോട്ട് പോകാൻ മായ സഹായിക്കണില്ല. ആര് വേണം നമുക്ക്? ഈ പരാശക്തിയുടെ അനുഗ്രഹം വേണം. അപ്പൊ ജീവാത്മാവ് തന്നിലെ മലങ്ങളെ അകറ്റി ശിവ അവബോധം വീണ്ടെടുക്കുമ്പോ മായ എന്ത് ചെയ്യും? മറ്റു പരിവാരങ്ങളും വന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ നിന്ന് ആ തത്വങ്ങളെ എല്ലാം എടുത്തിട്ട് വാരിയെടുക്കും. ഈ 5 കഞ്ചുകങ്ങളും മായയും കൂടെ വന്നിട്ട് നമുക്ക് എപ്പോ പരാശക്തിയുടെ അനുഗ്രഹം കിട്ടുന്നോ ഈ 5 കഞ്ചുകങ്ങളെയും ഈ മായ മാറ്റിത്തരും. മാറ്റാതിരിക്കാൻ പറ്റില്ല, കാരണം അവരപ്പോഴും അപ്രത്യക്ഷപ്പെടും. ഇപ്പൊ ചുരുക്കത്തില് ജീവാത്മാക്കളായ നമ്മുടെ സർവ്വ സുഖ ദുഃഖങ്ങൾക്കും ഈ കർമ്മ നിയമം അനുസരിച്ച് മാത്രം ഉണ്ടാകുന്നതാണെന്ന് മനസ്സിലാക്കണം. കർമ്മ നിയമങ്ങൾക്ക് കാരണം മായാതത്വം തന്നെയാണ്. ഈ മായ തന്റെ 5 കഞ്ചുകങ്ങൾ കൊണ്ട് പുരുഷതത്വത്തെ ആ ഒരു മറച്ചുകൊണ്ട് പരിമിതപ്പെടുത്തുന്നതും ചെയ്യുന്നത് കൊണ്ടാണ്. തന്ത്രം പറയണു, പുരുഷതത്വത്തിന്റെ ചുമലില് സദാ ഇരിക്കുന്ന ഒരു കുരങ്ങാണ് മായ എന്ന്. കാരണം ഒരിക്കലും അതിനെ വിട്ടുപോകാൻ പറ്റണില്ല. ഈ മായ ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോ ആ ഒരു പുരുഷ തത്വത്തിൽ നിന്ന് എപ്പോ നമ്മൾ മായയെ അതിക്രമിക്കണോ, നമുക്ക് പരാശക്തിയാകുന്ന ശക്തിയുടെ അനുഗ്രഹം വേണം. അപ്പൊ ഈ 5 കഞ്ചുകങ്ങൾ ഏതൊക്കെയാണ്? കല, കാലം, രാഗം, നിയതി, വിദ്യ. 5 കഞ്ചുകങ്ങള് ഇല്ലേ? അത് മായയുടെ മാത്രമാണ്, വേറെ ആരുടെ അല്ല. ഈ 5 കഞ്ചുകങ്ങളും മായയുടെയാണ്. ഇപ്പൊ വേദം പറയുന്നത് ബ്രഹ്മത്തിന്റെ അനിർവചനീയമായ അവിഛിന്നമായ ശക്തിയാണ് മായ എന്നാണ്. അപ്പൊ മായ 5 ആവരണങ്ങൾ പുതച്ച് ക്ലേശിക്കുന്ന പുരുഷന്മാരാണ് നമ്മൾ ഓരോരുത്തരും. മായയുടെ 5 പുതപ്പുകൾ നമ്മൾ പുതച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്വരൂപം നമുക്ക് കാണാതെ ഇരിക്കുന്നത്. മായയാകുന്ന പാശത്താൽ ബന്ധിച്ച പശുക്കളാണ് നമ്മൾ ഓരോരുത്തരും. ആ വലിയ പരിമിതികളുള്ള കൊച്ചു ശിവന്മാരാണ്. കാരണം നമ്മൾ ശിവൻ തന്നെയാണ്, പക്ഷെ എന്താ, പരിമിതപ്പെട്ട ശിവൻ അത് ജീവനായിട്ട് തീർന്നു. അപ്പൊ ആയുർദൈർഘ്യം കൂട്ടുവാനോ വിചാരിച്ച കാര്യം നടക്കാനോ ജ്ഞാനം സമ്പാദിക്കാനോ ഒക്കെ നമുക്ക് പരിമിതികളുണ്ട്, ഇല്ലേ? ശിവനാണെങ്കിൽ എന്ത് നമ്മൾ കണ്ടു, വിചാരിച്ചപ്പോ തന്നെ ഇച്ഛാജ്ഞാന ക്രിയാശക്തികളുടെ പ്രപഞ്ചം ഉണ്ടായി, വിത്തിൻ സെക്കൻഡ്സ് ഉണ്ടായി. പക്ഷെ നമുക്കോ, നമ്മള് ജീവന്മാരായപ്പോ നമ്മൾ ക്ലേശിക്കുക, ദുഃഖിക്കുകയാണ്. കാരണം എന്താ, ഒരു കാര്യവും നമ്മളെ കൊണ്ട് സ്വയം നടത്താൻ പറ്റുന്നില്ല.
അപ്പൊ നമ്മൾ ഉള്ളവരായിട്ട് തീർന്നു. ആ പരിമിതികളെ ഭേദിച്ചുകൊണ്ട് ആ ഒരു ശിവത്വത്തിലേക്ക് തിരിച്ചെത്തണം. ഇതാണ് മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം. എല്ലാ മനുഷ്യ ജന്മത്തിന്റെയും ആ മുമുക്ഷുത്വം എന്താണ്? ഈ ക്ലേശത്തെ, പരിമിതികളെ അതിജീവിക്കുക, ആ ദുഃഖത്തിൽ നിന്നുള്ള മോചനം, സുഖസ്വരൂപത്തെ അറിയുക. ഇതല്ലേ മനുഷ്യന്റെ ലക്ഷ്യം? അത് അറിയണമെങ്കിൽ തന്നെ അനേക ജന്മങ്ങൾ എടുക്കണം. അപ്പൊ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ കഴിവ് മായ വളരെയധികം കുറച്ചു കളയുന്നു. കാരണം എന്താ? ഈ 5 ഇന്ദ്രിയങ്ങൾക്കും ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നാണ് മായയുടെ ഈ പുതപ്പുകൾ കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ, അതായത് 20 മുതൽ 20,000 വാട്ട്സ് വരെയുള്ള ശബ്ദങ്ങളെ നമുക്ക് കേൾക്കാൻ സാധിക്കൂ. ദൃശ്യ സ്പർശ ഘ്രാണ ഇന്ദ്രിയങ്ങൾക്ക് എല്ലാം തന്നെ വളരെ പരിമിതികളുണ്ട്. മായ ഇതിനെയൊക്കെ എന്ത് ചെയ്തു? തന്മാത്രകളായിട്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരു എല്ലാം സർവ്വവ്യാപിത്വം ഉണ്ടായിരുന്ന എല്ലാ ശക്തികളും നിറഞ്ഞ് നമുക്ക് ഇപ്പൊ പരിമിതപ്പെട്ട ശബ്ദങ്ങള് കേൾക്കാൻ പറ്റുള്ളൂ, പരിമിതപ്പെട്ട കാഴ്ചകളെ സൂപ്പർ സോണിക് ഒന്നും കാണാൻ പറ്റില്ല, ശബ്ദത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റില്ല, നമ്മുടെ സ്പർശനം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഇതിനെല്ലാം പരിമിതി ഉണ്ടാക്കിയത് ഈ മായയാണ്. ആ മായ ഇതിനെ എങ്ങനെയാ തന്മാത്രകളാക്കി കളഞ്ഞു. ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കെല്ലാം തന്മാത്രകൾ നമുക്ക് അത് കാണാം. നമ്മുടെ ബോധമനസ്സ്, അതായത് ബോധമനസ്സ് കുറഞ്ഞ കാര്യക്ഷമതയോട് കൂടിയാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. കാരണം ബോധത്തെ മറച്ചു കളഞ്ഞിരിക്കുകയാണ്. ഈ മറച്ചു കളഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാല് നമ്മള് ഈ വിളക്ക് കത്തുന്നു, ഒരു എന്താ പറയാ 9 ദ്വാരങ്ങളുണ്ട്, ഒരു കുടം കൊണ്ട് മറച്ചതുപോലെ ഇല്ലേ? ആ ദ്വാരങ്ങളിൽ കൂടെ ഉണ്ടെന്ന് മാത്രമേ അറിയാവൂ, പക്ഷെ അതിന് പ്രവർത്തനമുണ്ടോ? ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയുന്നു 9 ദ്വാരങ്ങൾ കൊണ്ട് ആ ശരീരമാകുന്ന ആവരണം ഈ ബോധത്തെ മറച്ചിരിക്കുന്നു എന്നല്ലേ? ഇതാണ് മായയുടെ പ്രവൃത്തി. മായയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഈ 5 കഞ്ചുകങ്ങള് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഈ ബോധത്തെ മറച്ചു വെച്ചിരിക്കുന്നത്. ആദ്യം കാലതത്വം എടുക്കാം. ഈ കാലതത്വം എന്ന് പറയുന്നത് ജീവാത്മാവിന്റെ പ്രജ്ഞാനത്തിന്റെ അനശ്വരത്വം എടുത്തു കളഞ്ഞ് അതിനെ എന്ത് ചെയ്തു? ഒരു നിശ്ചയിച്ച സമയത്തേക്ക് മാത്രം ലോകത്തില് നിലനിൽക്കാൻ കഴിവുള്ള ഒന്നാക്കി മാറ്റി. അതിനെ പരിമിതപ്പെടുത്തി കളഞ്ഞു. കാരണം എങ്ങനെയാ പരിമിതപ്പെടുത്തിയത്? ഭൂതം, വർത്തമാനം, ഭാവി, 3 കാലങ്ങള് ജീവാത്മാവിനെ തളച്ചിട്ടിരിക്കുകയാണ്. കാരണം എല്ലാ ജീവാത്മാക്കൾക്കും ഭാവി കാലം, ഭൂതകാലം, വർത്തമാനകാലം എന്ന് പറയുന്ന കാലത്തിന്റെ 3 തലങ്ങള്. അപ്പൊ എല്ലാ അനുഭവങ്ങൾക്കും കാലത്തിന്റെ മുദ്രയുണ്ട്. അതനുസരിച്ച് വരികയും പോവുകയും ചെയ്യും. ജീവാത്മാവിന് നിശ്ചയിച്ച സമയമാണ് കാലം. എത്ര കാലം ഇവിടെ ജീവിക്കണം ഇതെല്ലാം നിശ്ചയിക്കുന്നത് ആരാണ്? കാലം. അപ്പൊ തന്ത്രയില് കാലത്തിന് ശുദ്ധകാലമെന്നും അശുദ്ധകാലമെന്നും 2 പ്രവർത്തന രീതികൾ പറയുന്നുണ്ട്. ശുദ്ധകാലം എന്ന് പറയുന്നത് അശുദ്ധകാലം എന്ന് പറയുന്നത് ഘടികാരം കൊണ്ട് അളക്കുന്ന കാലം. നമ്മുടെ ഒരു ക്ലോക്കിൽ നോക്കുന്നത് അശുദ്ധകാലം. പക്ഷെ ശുദ്ധകാലം എന്ന് പറയുന്നത് ദൈവകാലമാണ്. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ശുദ്ധകാലത്താണ്. അപ്പൊ അശുദ്ധകാലത്ത് അത് സംഭവിക്കില്ല. നമ്മൾ ശരീരത്തോടു കൂടി ഇരിക്കുന്നത് ഘടികാരം കൊണ്ട് നമ്മൾ അളന്ന് നമ്മൾ എന്താ ശുദ്ധകാലത്ത് അശുദ്ധകാലത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ഘടികാരത്തിലെ ടൈം അല്ല ശുദ്ധകാലം. ഈശ്വരൻ, അതായത് ശരിക്കും ശുദ്ധകാലം എന്ന് പറഞ്ഞാൽ രാവിലെ 3 മണി മുതൽ 5 മണി വരെ കാലത്തിന് നമുക്ക് ശുദ്ധകാലം. കാരണം ശുദ്ധ ബോധമായിട്ടിരിക്കുന്ന നമ്മുടെ മനസ്സ് ബോധവുമായിട്ട് ചേർന്ന് ഉണരുന്ന സമയം. അതിനെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ. എത്ര ഒരു വലിയ കള്ളു കുടിക്കുന്ന ആളിന് പോലും 3 മണിക്ക് എണീറ്റ് കള്ളു കുടിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സത്വപ്രധാനമായിരിക്കുന്ന ആ ഒരു ശിവബോധവുമായിട്ട് നമ്മുടെ മനസ്സ് ചേർന്നിരിക്കുന്ന സ്ഥലം, അതിനെയാണ് ശുദ്ധ സമയം എന്ന് പറയുന്നത്. അപ്പോ ഈ അശുദ്ധ സമയം എന്ന് പറയുന്ന ബാക്കി രാത്രിയാണ് ഏറ്റവും കൂടുതൽ അശുദ്ധ സമയം. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തനക്ഷമമല്ലാതെ ഈ പറയുന്ന ആസുരിക ശക്തികൾക്ക് വഴങ്ങുന്ന സമയമാണ് രാത്രികാലങ്ങള്. അപ്പോ ഈ അശുദ്ധ സമയം എന്ന് പറയുന്നത് നമ്മൾ ഘടികാരം കൊണ്ട് ദൈവസമയത്തെ അളക്കാൻ പറ്റില്ല. അപ്പോ അശുദ്ധ സമയത്താണ് അശുദ്ധ കർമ്മങ്ങൾ കൂടുന്നത്. അപ്പൊ മനുഷ്യ മനസ്സില് കാലത്തിന്റെ സ്വാധീനം വളരെയധികം ഉണ്ട്. ഇപ്പൊ ഗ്രീക്കുകാർ സമയത്തെ ഈ കൈറോസ് എന്ന് പറഞ്ഞാൽ ശുദ്ധ സമയം, ക്രോണോസ് എന്ന് പറഞ്ഞാൽ അശുദ്ധ സമയം, ഇങ്ങനെ 2ആയിട്ട് തരംതിരിച്ചിരുന്നു. ഇനി ഇതാണ് കാലതത്വം. ഈ 5 കഞ്ചുകങ്ങളില് മായ നമ്മളെ പറ്റിക്കുന്നത് എന്താ? ആദ്യം നമ്മളെ ആ ഒരു പൂർണ്ണത്വത്തെ 3ആയിട്ട് തിരിച്ചു കളഞ്ഞു. കാലം കൊണ്ട് പരിമിതപ്പെടുത്തി. എത്ര കാലം? കാരണം നമ്മൾ എന്താ ഇപ്പൊ ശരീരബോധത്തിൽ വന്നപ്പോ ശരീരം എത്ര കാലം ജീവിച്ചിരിക്കുള്ളൂ, ഭൂതം ഭാവി വർത്തമാനം ഉണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു ജീവാത്മാവിനെ അതിൽ തളച്ചിട്ടു. അപ്പൊ ആദ്യത്തെ കഞ്ചുകം പുതപ്പ് നമ്മൾ പുതച്ചു, അതാണ് കാലം. രണ്ടാമത്തത് എന്താ? കലാതത്വം. രണ്ടാമത്തത് കല. പരമമായിരിക്കുന്ന സർഗശക്തിയെ പരിമിതപ്പെടുത്തി വെറും സാധാരണക്കാരായി മാറ്റുന്നതാണ് കല. അപ്പൊ ഈ പറയുന്ന ശിവന്റെ പൂർണ്ണമായ ക്രിയാശക്തി വെറും പരിമിതമായിരിക്കുന്ന പ്രവൃത്തിയായിട്ട് മാറുന്നു. ആത്മീയ ജ്ഞാനത്തിലുള്ള ആത്മാവിന്റെ ആ വാഞ്ച എല്ലാം തന്നെ കലാതത്വമാണ്.
അപ്പൊ രണ്ടാമത്തെ തത്വം എന്താണ്? കല. അതായത് നമുക്കുള്ള ഗ്രഡേഷൻ, നമ്മൾ എങ്ങനെയാണ് ഇതായി തീർന്നു എന്നുള്ളത്. മൂന്നാമത്തത് നിയതി. നിയതി എന്നാൽ കാലമാകുന്ന ചരടിൽ കോർത്തിരിക്കുന്ന വിധികള്. നമുക്ക് വിധിന്യായങ്ങളുണ്ട്. കാരണം നമ്മൾ കർമ്മങ്ങൾക്ക് അധീനം. മനുഷ്യനായപ്പോ എന്ത് ചെയ്തു? നമ്മുടെ അപരിമേയമായിരിക്കുന്ന ശക്തിയെ മറന്ന് കാർമിക മലം നമ്മളെ പിടികൂടി കർമ്മങ്ങൾക്ക് അധീനരായി. നമ്മള് കർമ്മഫലം. ഈ കർമ്മഫലങ്ങളെല്ലാം, വിധി എന്ന് പറയുന്ന കർമ്മഫലമാണ്. നിയതി എന്ന് പറയുന്നത് എന്താ? കാലമാകുന്ന ചരടില് നമ്മുടെ വിധികളെല്ലാം എഴുതി തൂക്കിയിരിക്കുക. അവിടെ ഓരോ വിധികൾ, ഇന്ന ആൾക്ക് ഇന്ന വിധി എന്ന് പറഞ്ഞ് ആ ഒരു വിധി എന്നാല് ഒരു ക്ലിപ്ത സമയം, ആ ക്ലിപ്ത നേരത്തേക്ക് ഉണ്ടായിരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടു. ചില കർമ്മങ്ങൾ, ചില അനുഭവങ്ങൾ അവിടെ ഉണ്ടാകും. ആ വിധിക്കപ്പെട്ട സ്ഥലം ഇത് എങ്ങനെയാ വരുന്നത്? കർമ്മഫലങ്ങളിൽ കൂടി. നിയതിയാണ് ഉണ്ടാക്കുന്നത് ഇത്. അപ്പൊ സ്വന്തം കർമ്മഫലങ്ങൾക്ക് അനുസൃതമായിട്ട് ആത്മാവിന് വന്നു ചേരുന്ന അനുഭവങ്ങളാണത്. അപ്പൊ നിയതിയും മായയെ പോലെ തന്നെ ജീവാത്മാവിന് ചുറ്റും ഒരു മുള്ളിവേലി കെട്ടിയിരിക്കുകയാണ് നിയതി. അപ്പൊ കർമ്മ നിയമങ്ങൾ നിലവിൽ വരുന്നത് നിയതി തത്വത്തിൽ കൂടിയാണ്. അപ്പൊ കാലം, നിയതി. മൂന്നാമത്തത് എന്താണ്? രാഗതത്വം. ജീവാത്മാവിന്റെ ഈ ജ്ഞാനശക്തികളെ വെറും ആഗ്രഹങ്ങളാക്കി മാറ്റുന്നതാണ് രാഗം. ഭഗവാന്റെ രാഗം എന്താ? അദ്ദേഹത്തിന് ഈക്ഷണ സ്വഭാവം. എപ്പോഴാണോ സൃഷ്ടിക്കുള്ള ആഗ്രഹം വന്നപ്പോഴത്തേക്ക്, രാഗം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നും അർത്ഥമുണ്ട്. അപ്പോ ആ ഒരു ഇച്ഛാജ്ഞാന ക്രിയാശക്തികളെ കൊണ്ട് ആ ഒരു മിനിറ്റിനകം തന്നെ പ്രപഞ്ചം ഉണ്ടാക്കി. പക്ഷെ മനുഷ്യന്റെ തലത്തിൽ, ജീവാത്മാവിന്റെ തലത്തിൽ വന്നപ്പോ ഇത് സാധാരണ ആഗ്രഹം. നമുക്ക് ചുമ്മാ ആഗ്രഹിക്കാം. നമ്മൾ പറയും എന്താ പറയാ, ഒരു മനുഷ്യൻ ചിന്തിക്കുന്നു, ദൈവമെല്ലാം തട്ടിക്കളയുന്നു. അല്ലെ, ഗോഡ് ഡിസ്പോസസ്, അല്ലെ? അത് ആ തലത്തിൽ നമ്മളെ കൊണ്ട് എത്തിച്ചു. കാരണം ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല, വെറും ആഗ്രഹങ്ങളാക്കി മാറ്റുക. മാൻ പ്രൊപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. അപ്പൊ അതാണ് ആ തലത്തിൽ നമ്മൾ എത്തി. പണ്ട് ഈശ്വരനായിരുന്നപ്പോ എന്താ? ആഗ്രഹിച്ചപ്പോ തന്നെ കാര്യങ്ങൾ നടക്കുമായിരുന്നു. ഇപ്പൊ അതെന്തായി? വെറും രാഗം, അഭിനിവേശം, ആഗ്രഹങ്ങളായിട്ട് പരിമിതപ്പെടുത്തി. പരമശിവന്റെ ഇച്ഛ എന്ന് പറയുന്നത് സർവശക്തമാണ്. ഇച്ഛ വന്നപ്പോൾ തന്നെ ജ്ഞാനവും ക്രിയയും വന്നു. മനുഷ്യൻ ഇച്ഛ വന്നാൽ എന്ത് ചെയ്യണം? പക്ഷെ ജ്ഞാനം വന്ന് ക്രിയയാകാൻ വളരെ കാലമെടുക്കും. ചിലപ്പോ നടന്നില്ല എന്നും ഇരിക്കും. ആ താമസം, പലരുടെ സഹായം, ഇതൊക്കെ നമുക്ക് വേണം. അപ്പൊ അങ്ങനെ ആ ഒരു മൂന്നാമത്തെ, അതായത് രാഗതത്വം നമ്മളെ മൂന്നാമത്തെ പുതപ്പ് കൊണ്ട് പുതപ്പിച്ചു. നാലാമത്തെ പുതപ്പ് വിദ്യാതത്വം. അതായത് ജീവാത്മാവിന്റെ സർവജ്ഞാനശക്തിയെ, ഭൂതം ഭാവി വർത്തമാനം എല്ലാം ഉടനെ അറിയാനുള്ള കഴിവ് പരിമിതപ്പെടുത്തി വെറും ഭൗതിക അറിവുകളാക്കി മാറ്റി. പണ്ട് ത്രികാലജ്ഞാനികളായിരുന്നു മനുഷ്യര്. അവന്റെ ആത്മാവ്, അവന്റെ ഭൂതകാലവും ഭാവികാലവും വർത്തമാനകാലവും എല്ലാം അറിയാനുള്ള കഴിവുണ്ടായിരുന്നു. ഇന്ന് ഒരു വൃത്തം വരച്ചാൽ അതിനപ്പുറം കാണാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ നമ്മളെ പരിമിതപ്പെടുത്തി മായ തന്റെ 5 കഞ്ചുകങ്ങളിലൂടെ. അപ്പൊ ഇങ്ങനെ 7 ശുദ്ധ അശുദ്ധ തത്വങ്ങളാണുള്ളത്. ഈ പരിപൂർണ ഇനി വരുന്നത് പൂർണ്ണ അശുദ്ധ തത്വങ്ങളായിരിക്കുന്ന 24 എണ്ണമാണ്. ഏറ്റവും പ്രധാനം ഈ അശുദ്ധ തത്വങ്ങളെ കൊണ്ടാണ് മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ 24 എണ്ണവും ഒരുമിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പൂർണ്ണത കിട്ടുള്ളൂ. അല്ലാതെ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും വേർതിരിവില്ലാതെ അവിഛിന്നമായിരിക്കുന്ന പരബ്രഹ്മം, ആ ഒരു പരാസംവിത്ത് അഥവാ ആ ഒരു ആബ്സല്യൂട്ട് സംവിത്ത്, സൃഷ്ടിക്കായിട്ടുള്ള ഇച്ഛ ഉണരുമ്പോ ശിവൻ ശക്തിയായി. ശക്തി സദാശിവൻ, ശുദ്ധതത്വം, ശുദ്ധവിദ്യ, ഈശ്വരൻ. 5 ശുദ്ധതത്വങ്ങള്. അപ്പൊ അളക്കാൻ പറ്റാത്തതിനെ എന്ത് ചെയ്തു? അളക്കാൻ പറ്റാത്ത പ്രജ്ഞാനം എന്ന ബോധം, അതാണ് ശിവൻ എന്ന് മറക്കരുത്. ശിവൻ എന്ന പേര് എവിടെ കേട്ടാലും പരമജ്ഞാനം എന്ന് വിചാരിച്ചോളും. സുപ്രീം കോൺഷ്യസ്നസ്, ഇതാണ് ശിവൻ. ആ സുപ്രീം കോൺഷ്യസ്നെസ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു? ഇത് തന്റെ ശക്തിയായിരിക്കുന്ന ശക്തി തത്വം ഉണ്ടാക്കി. രണ്ടും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. അഗ്നിയും ചൂടും നിഴലും നിലാവും പോലെ വേർപിരിക്കാൻ പറ്റാത്ത 2 കാര്യങ്ങള്. ഇച്ഛാശക്തി ഉണ്ടായ ശിവൻ തന്റെ ശക്തിയായിട്ടുള്ള വിമർശം കണ്ണാടിയില് പ്രതിഫലിപ്പിച്ച് ആ ശക്തിയെ വേർപെടുത്തി. തന്നിൽ നിന്ന് വേർപെടുത്തി എന്ന് പറയാൻ ചുമ്മാ നമ്മൾ തോന്നുന്നതാണത്. അപ്പൊ തന്നെ മായ ഉണ്ടായി കഴിഞ്ഞു, വേർപെടുത്തിയില്ല. പക്ഷെ ആ കണ്ണാടിയില് ശിവന് മുഖം നോക്കണം. തന്റെ ആഗ്രഹങ്ങൾ ബലീകൃതമായിട്ട് ശക്തി കാണിച്ചു കൊടുക്കണം. അങ്ങനെ ശിവനെ നോക്കിക്കൊണ്ട് ശിവൻ ഉന്മുഖമായിരിക്കുന്ന വിമർശ ശക്തിയായിട്ട് ശക്തി മാറി. ഈ ശക്തി, അതായത് ആ ഒരു ശക്തിക്കാണ് തന്ത്രശാസ്ത്രം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഈ ശക്തിക്ക് പ്രജ്ഞാനത്തെ താഴ്ത്താനും ഉയർത്താനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് ടോട്ടലി ബേസ്ഡ് ഓൺ എനർജി. ശക്തി, ദേവിയുടെ പ്രകടനം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഈ പ്രജ്ഞാനത്തെ, അതായത് ശുദ്ധബോധത്തെ എന്താക്കി? താഴ്ത്താനുള്ള ശക്തിയെ നമ്മള് മായ, അതിന്റെ ഒരു പരിമിതി ഉണ്ടാക്കിയ ആളാണ് മായ എന്ന് പറയുന്നത്. ശുദ്ധ തത്വങ്ങളിലെ ഈശ്വര തത്വത്തിനാണ് താഴ്ചയുടെയും
ഉയരത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഉയർത്തലിന്റെ മേൽനോട്ടം സദാശിവ തത്വമാണ്. ജീവാത്മാക്കൾക്ക് അനുഗ്രഹവും കൃപയും നൽകുന്നത് സദാശിവ തത്വമാണ്. സൃഷ്ടി സ്ഥിതി സംഹാരത്തിന്റെ പൊതുവായ ചുമതലയാണ് ശുദ്ധവിദ്യാ തത്വത്തിനുള്ളത്. ഈ 5 ശുദ്ധവിദ്യാ തത്വങ്ങളാണ് പ്രപഞ്ചത്തിന്റെ നിർമ്മാണം നടത്തി, അതായത് ഇവയ്ക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് അവരെ നമ്മൾ എന്ത് വിളിക്കണു? ഈശ്വരന്മാരെന്ന് വിളിക്കുന്നു. തന്ത്രത്തില് അവർക്ക് എന്താ പറയാ, ഈ ഡയമെൻഷൻ അപ്പുറത്ത് അദൃശ്യരും വേറൊരു മണ്ഡലത്തില്, വേറൊരു തലത്തില്, അതായത് വേറൊരു ലോകത്തില് നിലനിൽക്കുന്നവരുമാണെങ്കിലും നമുക്ക് പ്രാപ്യരാണ്. കാരണം ഇവര് നമ്മുടെ മണ്ഡലത്തിലല്ല, ഒരു ഭൂമിയിലല്ല ഈ 5 പേര് ഇരിക്കുന്നത്. എവിടെയാണ്? നമുക്ക് അപ്പുറത്തൊരു മണ്ഡലത്തിലാണ്. പക്ഷെ അവരുമായിട്ട് കാരണം അവരിൽ നിന്നും താഴോട്ട് വന്നവരാണ് നമ്മള്. അവരുമായിട്ടൊരു ബന്ധം നമുക്കുണ്ട്. ആ ഒരു അദൃശ്യ ശക്തികളുമായിട്ടുള്ള സ്നേഹം നമുക്ക് വ്യക്തിബന്ധമായിട്ട് വളർത്തിയെടുക്കണം. അതുകൊണ്ടാണ് ഈശ്വര ആരാധന ചെയ്യുന്നത്. ഇവരുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രജ്ഞാന വികസനത്തിന്, ഇവരോടുള്ള ഭക്തി സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ നമ്മുടെ ഈ ഒരു ശിവബോധത്തെ നമുക്ക് അറിയാൻ സാധിക്കൂ. തന്ത്രശാസ്ത്രം ആവരണ പൂജകളൊക്കെ, ബാഹ്യ ആന്തര പൂജകളൊക്കെ പറഞ്ഞിരിക്കുന്ന ഇതുകൊണ്ടാണ്. കാരണം ആവരണ ദേവതകളെ പൂജിക്കൂ. കാരണം ഇവരെ എല്ലാം പൂജിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ശുദ്ധ അശുദ്ധ തത്വങ്ങളായിട്ടുള്ള 7 എണ്ണം ശിവശക്തികളോ എന്നിവരോടൊപ്പം തന്നെ ഉണ്ടായവരാണ്. അവര് സൃഷ്ടിയോട് ചേർന്ന് മറ്റൊരു ഡയമെൻഷനിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഇവർ ഭാഗികമായിട്ടുള്ള അശുദ്ധ തത്വങ്ങളായിട്ട് മാറിയത് പിന്നെയാണ്. അപ്പൊ പുരുഷനും മായയും 5 കഞ്ചുകങ്ങളും ചേർന്ന 7 ശുദ്ധാശുദ്ധ തത്വങ്ങള് ഈ പരിമിതികളെല്ലാം നമുക്ക് ഉണ്ടാക്കി. ഇത് നമ്മൾ അറിയണം, ഇല്ലേ? അതുകൊണ്ടാണ് ഇതിനെ അറിയണം എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് പരിമിതികളിൽ നിന്ന് നിവർത്തി പ്രാപിക്കാൻ സാധിക്കൂ. ഈ മായയും 5 കഞ്ചുകങ്ങളും കൂടി ശിവനെ പുരുഷനാക്കി മാറ്റി പശുഭാവത്തിലെ പ്രപഞ്ചത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ജ്ഞാനം, ഭക്തി, കർമ്മം തുടങ്ങി തുല്യമായിട്ട് നിലയിലുള്ള ആ ഒരു പ്രവർത്തനങ്ങള് നമുക്ക് ഉണ്ടാകണം. പല ഉപാസനാ മാർഗങ്ങൾ ഈ അവബോധത്തിന് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം. ഉപാസനാ മാർഗങ്ങളെല്ലാം ഇതിനാണ്. അതിന് നമ്മളെ തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാകും. കാരണം നമ്മൾ ശിവപ്രജ്ഞാനം തന്നെയാണ്. ആത്മ മറക്കുകയും ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഈ ദ്വൈത പ്രപഞ്ചത്തില് ശരീരമെടുത്ത് വീണ്ടും വീണ്ടും വരാൻ കാരണം. ഈ പ്രപഞ്ചം നമ്മുടെ മനസ്സും ശരീരവും ഉണ്ടാക്കിയിരിക്കുന്നത് 24 അശുദ്ധ തത്വങ്ങളെ കൊണ്ടാണ്. നമുക്ക് 2 തരത്തിലുള്ള ശരീരങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ഥൂലവും സൂക്ഷ്മവും, അല്ലെ? ഗ്രോസ് ആൻഡ് സട്ടിൽ. ഇപ്പൊ ഗ്രോസ് എന്ന് പറയുന്ന സ്ഥൂല ശരീരം, സട്ടിൽ എന്ന് പറയുന്ന സൂക്ഷ്മ ശരീരം. ഇപ്പൊ കാണപ്പെടുന്ന സ്ഥൂല ശരീരം എന്ന് പറയുന്നത് രക്തം, അസ്ഥി, മജ്ജ, മാംസം, ശുക്രം, മേധസ്, രസം തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സ്ഥൂല ശരീരം. പക്ഷേ സൂക്ഷ്മ ശരീരം എന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ദൃഷ്ടിഗോചരമല്ലാത്ത പഞ്ച തന്മാത്രകളും 3 അന്ധകരണങ്ങളും ചേർന്നതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം. അപ്പൊ ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ദ്രവ്യം അഥവാ മാറ്റർ എന്ന് പറയുന്നത് കൊണ്ടാണ്. രണ്ടും ഉണ്ടാക്കിയത് ശക്തിയിൽ നിന്നാണ്. ശിവജ്ഞാനത്തിന്റെ ശക്തി എനർജി അഥവാ ഊർജമാണ്. വളരെ ഉയർന്ന വൈബ്രേഷൻ ഉള്ള ഊർജമാണിത്. ആ ഒരു വൈബ്രേഷന്റെ തോത് കുറയുമ്പോൾ അത് ദ്രവ്യത്തിന്റെ അവസ്ഥ വന്നു ചേരുന്നതാണ്. ഇതിനൊരു ഉദാഹരണം പറയാം. നമ്മൾ സസ്യങ്ങളുടെ ഫോട്ടോസിന്തസിസ് ആ ഒരു പ്രക്രിയ നോക്കുകയാണെങ്കിൽ നമുക്കിത് മനസ്സിലാവും. ഊർജവും ദ്രവ്യവും തമ്മിലുള്ള ബന്ധം, അതായത് E=mc² എന്ന് നമ്മൾ പഠിച്ച ആ തത്വം, ആ പ്രസിദ്ധമായിരിക്കുന്ന ഐൻസ്റ്റീന്റെ ഫോർമുലയിൽ നിന്ന് നമുക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാം. അങ്ങനെ 24 അശുദ്ധ തത്വങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ ശക്തിയുടെ ഊർജമാണ്. ആ എനർജിയുടെ വിവിധ ഫ്രീക്വൻസിയാണ്. ഇവയിൽ ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞവയെ നമ്മൾ മാറ്റർ എന്ന് വിളിക്കുന്നു, അഥവാ ദ്രവ്യം അല്ലെങ്കിൽ വസ്തുക്കൾ എന്ന് പറയുന്നു. അപ്പോ അവയെല്ലാം നമുക്ക് ഈ ദ്രവ്യങ്ങള്, മാറ്റർ എന്ന് പറയുന്ന എല്ലാം നമുക്ക് ഗോചരമാണ്, കാണാൻ പറ്റും. കാരണം അവയുടെ വൈബ്രേഷന്റെ ലെവല് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അചലം എന്ന് പറയുന്ന ഖരപദാർത്ഥങ്ങള്, സ്ഥൂലമായിരിക്കുന്ന വസ്തുക്കള് നമുക്കതിനെ കാണാൻ പറ്റും. ഇപ്പൊ ദ്രവ്യവും ഊർജവും ഒരുപോലെ നിലനിൽപ്പുള്ളതാണ്. ഉദാഹരണം, മനസ്സ് നമുക്ക് ദൃഷ്ടി ഗോചരമല്ല, പക്ഷെ ഉണ്ടെന്ന് നമുക്കറിയാം. അശുദ്ധ തത്വങ്ങളില് വൈബ്രേഷൻ ലെവൽ കൂടുതലായത് കൊണ്ടാണ് അതിനെ കാണാൻ പറ്റാത്തത്. ഇപ്പൊ കറങ്ങുന്ന ഒരു ഫാൻ, ഒരു സീലിംഗ് ഫാൻ നമ്മുടെ മുകളിൽ ഉണ്ടെന്ന് വെക്കൂ. അപ്പൊ അത് വളരെ സ്പീഡിൽ കറങ്ങുമ്പോൾ അതിന്റെ ചിറകുകൾ നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെ? പക്ഷെ എന്ത് പറ്റും? നമുക്ക് കാറ്റ് കിട്ടും. അത് കണ്ടില്ല എന്ന് പറഞ്ഞത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെയാണിത്. യഥാർത്ഥമായിരിക്കുന്ന പ്രജ്ഞാനമായിരിക്കുന്ന നമ്മള് സ്ഥൂലവുമല്ല സൂക്ഷ്മവുമല്ല, അല്ലെ? രണ്ടിന് അതീതമായിരിക്കുന്ന പര എന്നുള്ള അവസ്ഥയാണ്.
ഊർജത്തിൽ ഉണ്ടായതല്ല. ഊർജത്തിന്റെയും ഉറവിടമായ പ്രജ്ഞാനം, അതായത് ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ ഈ ഒരു സട്ടിലസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സൂക്ഷ്മതരം അല്ലെങ്കിൽ സൂക്ഷ്മതമം എന്ന തലം. അപ്പൊ ഈ പരബ്രഹ്മം എന്ന് പറയുന്നത് ഈ കാണുന്നതിനെല്ലാം മേളിലാണ്. നമ്മുടെ ശരീരവും പ്രപഞ്ചവും പഞ്ചഭൂതങ്ങളിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്.